ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഭർത്താക്കന്മാരുടെയും അതുപോലെ തന്നെ ഭാര്യമാരുടെയും രഹസ്യബന്ധങ്ങൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിനവരെ സഹായിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റ്, മൊബൈല്, അതുപോലെ ചാറ്റിങ് എല്ലാം. പക്ഷേ ഇതെല്ലാം അവസാനം എത്തുന്നൊരവസ്ഥയുണ്ടല്ലോ, അതായത് നമ്മൾ പിടിക്കപ്പെടുന്ന ഒരവസ്ഥ, സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു മാനസിക സംഘർഷം ഒരുപക്ഷെ അവരെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ കൊലപാതകത്തിലേക്കോ ഒക്കെ നയിക്കാം. ഈ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുക? ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രശ്നം വളരെ ഗുരുതരമായി കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണത്. പണ്ട് കാലത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ സംബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി രഹസ്യ ബന്ധങ്ങളൊക്കെ. പക്ഷെ സ്ത്രീകളുടെ ഇടയിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇത് വളരെ കൂടി വരാൻ ചില കാരണങ്ങളും കൂടിയുണ്ട്. അതായത് ആരും ഉള്ളിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈഡ് അല്ല, മെൻ്റലി സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ സുഖങ്ങളാണ് നോക്കുന്നത്. ഒരു തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. രാവിലെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറയണം, നോക്കൂ നിങ്ങൾ അടുത്ത വീട്ടിലെ ശേഖരേട്ടനെ നോക്കുമെന്നു. എന്തൊരു സ്നേഹത്തിലാണ് ഭാര്യയോട് അദ്ദേഹം ഇടപഴകുന്നത്. രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ ഭാര്യയുടെ കൈ പിടിച്ചൊരു ചുംബനം കൂടി കൊടുത്തിട്ടാണ് അത്രേ പോണത്. നിങ്ങൾക്കിങ്ങനെ വല്ല സ്നേഹവും അറിയുമോ? അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭർത്താവ് പറയണ, എനിക്കങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അത് ശേഖരേട്ടന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിന്നോടല്ല എന്നർത്ഥം. അപ്പോൾ ആരും മെൻ്റലി സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാവർക്കും ഒരു ചിന്തന ഉള്ളത് മറ്റൊന്നുകൂടി കിട്ടിയാൽ സുഖമാണ് എന്നൊരു തോന്നൽ. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചോയ്സ് കൂടുതലാണ്. പണ്ട് കാലത്ത് ചോയ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, ചില സെൽഫ് ഡിസിപ്ലിൻഡ് ഓർഡർ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഇപ്പം നമ്മൾ സമൂഹത്തിലുള്ള സ്ഥാനം, മാന്യത, തറവാടിത്തം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ സാധ്യമല്ല. ആ സിസ്റ്റം നമ്മളെ അങ്ങനെ ഡിസിപ്ലിൻഡ് ആക്കി. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മതിൽക്കെട്ടുകളില്ലാത്തതുകൊണ്ട് എല്ലാവരും മതിൽ ചാടാൻ വളരെയധികം പ്രേരിതരാവാണ്. സ്ത്രീകളുടെ ഇടയിൽ ക്ലബ്ബ് സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തനങ്ങൾ ഈ കൂടി വരാൻ ഒരു സാഹചര്യമുണ്ട്. ക്ലബ്ബുകൾ എന്ന് ഞാൻ പറയാൻ കാരണം, ക്ലബ്ബുകളിൽ പോയിട്ട് നടക്കുന്നത് ഗോസിപ്പുകളാണ്. സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം മറ്റുള്ളൊരാളോട് പറയുകയാണ്. ഇവർ അടുത്ത വീട്ടിൽ പോയിട്ടത് പറയും. ഇങ്ങനെ ഇത് വിപുലീകരിച്ച് സ്വന്തം ഭർത്താവ് കഴിവില്ലാത്തവനാണെന്നും കൊള്ളരുതാത്തവനാണെന്നും സ്നേഹമില്ലാത്തവനാണെന്നും വേറൊരാൾക്കതൊക്കെ സാധിപ്പിച്ചു തരാൻ കഴിയുമെന്നൊക്കെയുള്ള തോന്നൽ മറ്റൊരാളിലേക്ക് ആകർഷണം ഉണ്ടാക്കും. ഇതുപോലെ തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് തന്നെ സുഖിപ്പിക്കാൻ സാധ്യമല്ല, സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള തോന്നൽ വേറൊരു സ്ത്രീയുടെ സ്നേഹം കാണുമ്പോൾ ഒരു അടുപ്പം തോന്നും. ഇതിന് നമ്മുടെ പുരാണങ്ങളിലുള്ളൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, രണ്ട് മനസ്സുകളെ വ്യക്തമാക്കി തരികയാണ് പുരാണങ്ങൾ. ഒന്ന് സ്ത്രീ മനസ്സും രണ്ട് പുരുഷ മനസ്സും. ഒരു പുരുഷൻ്റെ മനസ്സ് സ്ത്രീയിലേക്ക് നോക്കുന്നത് സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിയിലേക്കാണ്. എന്നാൽ സ്ത്രീ മനസ്സ് പുരുഷനിലേക്ക് നോക്കുന്നത് സുരക്ഷിതത്തിനും ശക്തിക്കും വേണ്ടിയിട്ടാണ്, സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. എപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് വേണ്ടത്ര സുരക്ഷിതത്വവും സന്തോഷവും ഒരു സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, ആ സ്ത്രീ വേറൊരു പുരുഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകും. ഇതുപോലെ തന്നെ എപ്പോൾ തൻ്റെ ഭാര്യയിൽ നിന്ന് വേണ്ടത്ര സുഖവും സന്തോഷവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, ആ വ്യക്തി വേറൊരു സ്ത്രീയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഇതിനെന്താ ഒരു പരിഹാരമുള്ളത്? പരിഹാരം ആണുങ്ങളുടെ ഭാഗത്തുനിന്നും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും വളരെയധികം രണ്ട് മനസ്സുകളെയും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം അല്ലെങ്കിൽ വിവേചനം ഉണ്ടാവണം. എന്താണത്? സ്ത്രീകൾ മനസ്സിലാക്കിക്കൊള്ളണം, പുരുഷൻ സംതൃപ്തനല്ലെങ്കിൽ അയാൾ മറ്റൊരു സ്ത്രീയിലേക്ക് ആകർഷിതനാവും. പുരുഷൻ മനസ്സിലാക്കണം, സ്ത്രീയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, അവൾക്ക് ശക്തിയും തൻ്റെ ഇടവും ധൈര്യവും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ മറ്റൊരു പുരുഷനിലേക്ക് ആകർഷിതനാവും. ഇത് രണ്ടുപേർക്കും ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ഒരു അനുഭവം ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയൊക്കെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടാലും എത്രയൊക്കെ പുരുഷന്മാരോട് ബന്ധപ്പെട്ടാലും അവസാനം തിരിച്ചറിയുന്നൊരു തിരിച്ചറിവ് ആർക്കും ആരെയും സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് കാമം എന്നുള്ളത്. അത് ഒഴിക്കും തോറും വർദ്ധിക്കുക എന്നല്ലാതെ, അനുഭവിക്കും തോറും വർദ്ധിക്കുക എന്നല്ലാതെ ഇതിന് തൃപ്തി വരാൻ സാധ്യമല്ല. ഈ വിവേകങ്ങളൊക്കെ ഉള്ളവർക്ക് കുറേയൊക്കെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ചോദിച്ചല്ലോ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്ന് വളരെ സഹായകമാണ്. ആഡ് തന്നെ കേട്ടിട്ടില്ലേ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. വേണ്ടാത്തൊരു ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പം വേണ്ടാത്തൊരു ആഗ്രഹം മനസ്സിൽ വന്ന് അത് വളർന്ന് വലുതായി മൂടി വെച്ച് ഭർത്താവിനോടോ ഭാര്യയോടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പിന്നീട് രഹസ്യ ബന്ധങ്ങളായി, പിന്നീട് ബന്ധങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഇത് പുറത്തു വരുന്ന സമയത്ത് വലിയ സ്ഫോടനങ്ങളായിട്ട് മാറുന്നത്. ഇതിനുള്ളൊരു പരിഹാരം മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അല്പം ഒന്നിരുന്ന് ആലോചിക്കണം. ഞാൻ ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? ഇതെനിക്ക് അനുഭവിച്ചാലും തൃപ്തി വരുമോ? ഇവിടം കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരുമോ? എന്നൊക്കെ ഒരു വിവേകം നമുക്കുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ചിന്തകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചിന്തകളെ കൊണ്ട് തന്നെ അത് പരിഹരിക്കുകയും വേണം. ചിന്തകളിലൂടെ വലിയ വിപത്തുണ്ടാകുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലും വളരെ വ്യക്തമായി 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പറയണു, വിഷയാൻ ധ്യായതച്ചിത്തം വിഷയേഷു വിഷജ്യതേ. വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിത്തം, മനസ്സ് വിഷയങ്ങളിൽ, അതായത് അതാതിൻ്റെ രൂപത്തിൽ ചെന്ന് പതിക്കും. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷോപചായതേ. സംഗാൽ സഞ്ചായതേ കാമ, കാമാൽ ക്രോധോ വിജായതേ. ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. ഒരു വ്യക്തിയുടെ അധപ്പതനം അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്നു ഗീതയിൽ. അപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന മനസ്സ് ഒരു ദുരന്തത്തിൽ ചെന്നെത്തുമെന്ന് കാണിച്ചു തരുന്നു കൃഷ്ണൻ. അപ്പോൾ സച്ചിന്തകളെ വളർത്തിയെടുക്കണം, വിവേക ചിന്തകളെ വളർത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. അതിന് ആത്മീയത അത്യുത്തമമായൊരു മരുന്നാണ്. അതാണ് ഇതിനുള്ളൊരു പരിഹാരം.